എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അതായത് PNC മാക്കിൻ്റെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 17 അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. PNCMac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ BSc നഴ്സിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു BSc നഴ്സിംഗിൻ്റെ ആ ഒരു അപേക്ഷ നൽകാനുള്ള ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രോസ്പെക്ടസും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് എന്നുള്ള ആ ഒരു പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗിൻ്റെ ഈ ഒരു ഓരോ വർഷത്തെ ഫീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വർഷത്തെ അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് നടത്തുന്നത് ഏകദേശം 48 കോളേജുകളാണ്. അതായത് ഈ ഒരു PNC മാക്കിന് കീഴിൽ വരുന്നത് ഏകദേശം 48 കോളേജുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൽ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം അതായത് 48 കോളേജുകളാണ് ടോട്ടലായിട്ട് വരുന്ന കോളേജുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ഓരോ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ നൽകുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNC മാക്ക് വഴി ലഭ്യമാകുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷനൊക്കെ നടത്താൻ പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകളും ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ അതായത് ആദ്യം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത് അതായത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അതിനുശേഷം 22-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24-ാം തീയതിയാണ്. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് 31-ാം തീയതി വരെ അഡ്മിഷൻ നേടാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ളവരും ജോയിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 2-ാം തീയതിക്കാൻ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഒരു ജൂലൈ 2-ാം തീയതിക്ക് അല്ല, ജൂലൈ 2-ാം തീയതി മുതൽ ഈ ഒരു ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തവരുടെയും ജോയിൻ ചെയ്യാത്തവരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ്. അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് 12-ാം തീയതിയുടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് സഹിതം വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെയും നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 13-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഉള്ള ബാക്കി വല്ല സീറ്റുമുണ്ടെങ്കിൽ അതിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുകയും അതിനുശേഷം ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു സെപ്റ്റംബർ 30-ാം തീയതിയോടെയാണ്. അതുകൊണ്ടാണ് ഇത്രയും സെപ്റ്റംബർ 30-ൽ ആ ഒരു ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം നിങ്ങൾക്ക് 73,025 രൂപയാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ വരിക. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ ആദ്യ വർഷം 23,300-ഉം അടുത്ത വർഷം മുതൽ അത് കുറഞ്ഞ് 19,300 രൂപയുമാണ് ഫീസ് വരിക. കോഷൻ ഡെപ്പോസിറ്റ് ആണെങ്കിൽ 10,000 രൂപയാണ്. അത് റീഫണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് NRI സീറ്റ്, അതായത് NRI എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും വിദേശത്തോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് NRI സീറ്റിലേക്ക് അപേക്ഷിക്കാം. പക്ഷേങ്കിൽ NRI സീറ്റിൽ ഫീസ് കൂടുതലാണ്. ഏകദേശം 25,000-ഓളം രൂപയാണ് ഫീസ് കൂടുതൽ. അതായത് ട്യൂഷൻ ഫീ ഇനത്തിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ 73,025 ആണെങ്കിൽ ഇവിടെ 95,000 രൂപയാണ്. ബാക്കി ഫീസെല്ലാം സെയിം ഫീസ് തന്നെയാണ്. അതായത് ഒരു വർഷം നിങ്ങൾക്ക് ഏകദേശം NRI കോട്ടയിലാണെങ്കിൽ ആദ്യ വർഷത്തിൽ 1.5 ലക്ഷത്തോളം രൂപയും രണ്ടാം വർഷം മുതൽ ഏകദേശം 1,10,000
60,000 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു PNC മാക്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റൊക്കെ വാങ്ങി അഡ്മിഷൻ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ, അതായത് ഏകദേശം 1000 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ പൈസയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷമാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻ്റ് വാങ്ങി, അതായത് അഡ്മിഷൻ പകുതിക്ക് വെച്ച് നിർത്തി, അതായത് ഈ ഒരു പ്രവേശന്മാർ പകുതിക്ക് വെച്ച് നിർത്തി പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ പിന്നീട് ബാക്കി കോഴ്സ് ഫീസ് അടക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആകെ, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള 100% സീറ്റിൽ 50% സീറ്റിലേക്കാണ് PNC മാക് വഴി അഡ്മിഷൻ നടത്തുന്നത്. ബാക്കി സീറ്റിൽ ഈ ഒരു LBS വഴിയാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 50%-ൽ 35% സീറ്റിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുക. ബാക്കി സീറ്റ് NRI കോട്ടയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ NRI കോട്ടയിലേക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ തന്നെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി ആ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്ക് അപ്ലിക്കേഷനോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നൽകണം എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളോട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കി നൽകേണ്ടതാണ്. കാരണം നിങ്ങളുടെ ജെൻഡറോ മറ്റോ മാറിപ്പോകരുത്. കാരണം ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഫീമെയിൽ എന്നുള്ളതിന് പകരം മെയിൽ എന്നൊക്കെ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനുകളായിട്ട് നൽകേണ്ടത്. താല്പര്യമില്ലാത്ത കോഴ്സുകൾ നൽകാൻ പാടില്ല. കാരണം ഈ ഒരു തവണ ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അപേക്ഷ ജൂലൈ 17-ാം തീയതി വരെയാണ് ഉള്ളത്. അതിനുശേഷം പിന്നീട് വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും മറ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക്, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾ LBS വഴി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലായാലും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിലും ആയാലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC കാറ്റഗറിയിൽ ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർ ഒഴികെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഏകദേശം 1,13,000 രൂപയാണ് ആദ്യ വർഷങ്ങളിൽ വരുന്ന ഫീസ്. രണ്ടാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയാണ് ഫീസായിട്ട് വരിക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു LBS വഴി മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് PNC മാക് വഴിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.